എല്ലാ മനുഷ്യരുടെയും സ്വഭാവഗുണങ്ങൾ വ്യത്യസ്തമായതിനു പിന്നിലെ രഹസ്യം എന്താണെന്നറിയാമോ? അഥവാ സ്വഭാവഗുണങ്ങളെ പരിവർത്തനം ചെയ്യണമെങ്കിൽ അതിൻ്റെ ആധാരം എന്താണെന്നറിയാമോ? നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മെ എല്ലാം നയിക്കുന്ന 3 ഗുണങ്ങളാണുള്ളത്. സതോ ഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിവയാണ് ആ ഗുണങ്ങൾ. ഈ 3 ഗുണങ്ങൾ കൂടിയും കുറഞ്ഞും വിവിധ അനുപാതങ്ങളിൽ ഓരോരുത്തരിലും കാണപ്പെടുന്നു. ജന്മനാ സതോഗുണപ്രധാനിയായ വ്യക്തിയിൽ ശാന്തതയും സൗമ്യതയും നീതിബോധവും ഉദാരതയും മനഃശുദ്ധിയുമെല്ലാം കൂടുതലായി കാണപ്പെടും. അവർക്ക് വിശ്വമൈത്രീഭാവം കൂടുതലായിരിക്കും. അതേസമയം അവർ കർമ്മത്തിൽ നിപുണരും ഉന്മേഷ ഉത്സാഹമൂർത്തികളുമായിരിക്കും. രജോ ഗുണപ്രധാനികളും കർമ്മത്തിൽ അതീവ സമർത്ഥന്മാർ തന്നെയായിരിക്കും. എന്നാൽ അവരുടെ മനസ്സിൽ എപ്പോഴും ചാഞ്ചല്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. കീഴടക്കുവാനും വിജയിക്കുവാനുമുള്ള പ്രവണത അധികമാണെങ്കിലും ആത്മവിശുദ്ധിയും നിയന്ത്രണവും അല്പം കുറവായതിനാൽ ഇക്കൂട്ടർക്ക് അരക്ഷിത ബോധവും വ്യാകുലതകളും സദാ സന്തത സഹചാരികളായിരിക്കും. തമോ ഗുണം അധികരിച്ചവർ അവനവനും സഹജീവികൾക്കും മുഴുവൻ വിശ്വത്തിനു തന്നെയും നാശം വരുത്തിവെക്കുന്ന കൊടും ക്രിയകളിൽ ഏർപ്പെട്ട് അതിൽ ആനന്ദിക്കുന്നവരായിരിക്കും. അലസതയും കാപട്യവും അസംതൃപ്തിയും തമോ ഗുണത്തിന്റെ മുഖമുദ്രകളുമാണ്. ഈ 3 വിഭാഗങ്ങളിലുമുള്ളവരുടെ ഈശ്വരാരാധനയിലും പ്രകടമായ വ്യത്യാസങ്ങൾ കാണപ്പെടും. സതോഗുണ സ്വഭാവികൾ ആത്മപുരോഗതിക്കും മുക്തിക്കും ജ്ഞാനാർജനത്തിനുമായി സാധനകളിൽ മുഴുകുമ്പോൾ രജോഗുണികൾ കാര്യസാധ്യത്തിനും ശത്രുസംഹാരത്തിനും മുൻതൂക്കം നൽകുന്ന പ്രാർത്ഥനകൾ നടത്തും. തമോ ഗുണികളാകട്ടെ തന്റെ പാപങ്ങൾക്കും ദുഃഖങ്ങൾക്കുമെല്ലാം അല്പം ഒരാശ്വാസം എന്ന രീതിയിൽ മാത്രം ഈശ്വര സന്നിധാനങ്ങൾ സന്ദർശിക്കുന്നവരായിരിക്കും. ഈ 3 ഗുണങ്ങളും നമ്മുടെ ഉള്ളിൽ സദാ മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് അടുത്ത രഹസ്യം. നമ്മുടെ മുഖ്യ സ്വഭാവമായി മാറുവാൻ വേണ്ടിയുള്ള അധികാരം നേടുവാനുള്ള പ്രയത്നം ഈ 3 ഗുണങ്ങളും സദാ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങളിൽ അവിചാരിതമായ മാറ്റങ്ങൾ സംഭവിക്കാറുമുണ്ട്. നമ്മുടെ സ്വഭാവത്തെ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും പിന്നീട് സതോ ഗുണത്തിലേക്കും നയിക്കുവാൻ വേണ്ടിയുള്ള ക്ഷമയോടെയുള്ള പരിശ്രമത്തിനെയാണ് ഉപാസന, ധ്യാനം എന്നെല്ലാം പറയുന്നത്. ഈ ഗുണങ്ങളുടെ മത്സരം നിത്യവും നടക്കുന്നതിനാൽ നിത്യ ഉപാസനയും ആവശ്യമായി വരുന്നു. ഈ പ്രയത്നത്തിന് നമ്മെ സഹായിക്കുന്ന ശക്തിയാണ് ഇച്ഛാശക്തി. ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുവാൻ ജ്ഞാനമാണ് ഒരേയൊരു ഉപായം.